ഇവര് ഉള്ള ഒരു ടീം ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഇവരെ ആരെങ്കിലും ഒരാളെ മിസ് ചെയ്യുന്ന സമയത്തടക്കം മാച്ചിൽ ഒരു ഇമ്പാക്ട് കുറവ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇന്നലെ ശരിക്കും നമുക്ക് ആയുഷ് മാത്രം ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഖലീൽ അഹമ്മദ് ഓൾറെഡി ഇല്ല. പക്ഷെ എന്നാലും അതിന്റെ ഖലീൽ അഹമ്മദിന്റെ ഒരു വിടവ് ശരിക്കും നമുക്ക് മുകേഷ് ചൗധരി അത്യാവശ്യം ചെയ്തു തരുന്നുണ്ട്. ഗുർജപ്നീത് സിംഗിനെ കൊണ്ടുവന്നത് കൊണ്ടും ആ ഒരു വിടവ് ഇങ്ങനെ ചെറുതായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ ബാറ്റിംഗിലാണെങ്കിലും ഇന്നലെ കാർത്തിക് ശർമ്മ ഒന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ച് തുടങ്ങിയായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ഓൾറൗണ്ടർ ആയതുകൊണ്ട് തന്നെ അഖിൽ ഹുസൈന് ബാറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇന്നലെ സമയം കിട്ടിയില്ല, പക്ഷെ കളിക്കുന്നു തോന്നുന്നുണ്ട് ആളുടെ കരിയർ റെക്കോർഡൊക്കെ നോക്കുന്ന സമയത്ത്. അപ്പോൾ ബിഗ് വിൻ എന്ന് പറയാം, അത്രയും ബിഗ് വിൻ ആയിരുന്നു ഇന്നത്തെ മാച്ച്. അതും വാങ്ഡെ സ്റ്റേഡിയത്തിൽ മുംബൈയുടെ കോട്ടയിൽ പോയിട്ട് മുംബൈനെ അതും ചെറിയ രീതിയിലല്ല വലിയൊരു റൺസിന്റെ ഗ്യാപ്പിൽ തോൽപ്പിക്കാൻ വരുന്നത് ചെറിയ കാര്യമല്ല. അത് അവരുടെ ഹോം ഗ്രൗണ്ട് ആണ്, അവരുടെ ക്രൗഡാണ്, അവരുടെ ചിയറിംഗ് ആണ്. പക്ഷേ അവിടെ CSKയുടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചിയറിംഗ് തന്നെ ഇന്നലെ കാണാൻ വേണ്ടി പറ്റി. സഞ്ജു സാംസന്റെ ആണെങ്കിൽ രണ്ടാമത്തെ സെഞ്ചുറി ആണ് IPL, ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ സെഞ്ചുറി. ശരിക്കും കഴിഞ്ഞ മാച്ചിൽ 50 കൂടി അടിച്ചേനെ, 48 ഔട്ടായ മാച്ച് ഉണ്ടല്ലോ, അതിൽ ചിലപ്പോൾ ഒരു 50 മേലെ പോയേനെയും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, സഞ്ജു ഫോം ആവുന്ന മാച്ചസ് ചെന്നൈ എങ്ങനെയെങ്കിലും ജയിക്കുന്നുണ്ട്, അത് വേറൊരു കാര്യമാണ്. നല്ല രീതിയിലുള്ള സ്കോർ പോകുന്നുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നി CSKക്ക്. പിന്നെ ഇന്നലത്തെ പിച്ചിനെ കുറിച്ചിട്ട് മാച്ച് കഴിഞ്ഞ സമയത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ടഫാണ്. അത് പൊതുവേ വാങ്ഡെ സ്റ്റേഡിയം ഉള്ള പോലെ അല്ല ഇന്നലെ ഉണ്ടായിരുന്നതാണ്. കാരണം അത് നമ്മുടെ ചെന്നൈയുടെ ബാറ്റിംഗിൽ കാണാനുണ്ട്. ഫസ്റ്റ് ബാറ്റ് ചെയ്ത് ശരിക്കും ഇന്നലെ ചെന്നൈയാണ്, ടോസ് കിട്ടിയില്ല. സ്റ്റിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടി. പൃഥ്വിരാജ് ഗൈക്കോടും സഞ്ജുവും കൂടി കുഴപ്പമില്ലാത്ത രീതിയിൽ അടിച്ചു തുടങ്ങിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഗൈക്കോട് പോയി 22-ൽ. അത് കഴിഞ്ഞ് നമ്മുടെ സർഫറാസ് ഖാൻ വന്നു. സർഫറാസ് ഖാനും അധികം നേരം നിൽക്കാൻ പറ്റില്ല, കുറച്ചടിച്ചു പോയി. അങ്ങനെ ഓരോരുത്തർ വരുന്നു, ഒരു കോൺട്രിബ്യൂഷൻ തരുന്നു, പോകുന്നു. പക്ഷെ അവരാരും ബോൾ അധികം വേസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ ഒരു റൺ റേറ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ സഞ്ജു സാംസൺ ഇപ്പുറത്ത് നിന്ന് വെറുതെ ഒരു ആങ്കർ ഇന്നിങ്സ് കളിക്കുക മാത്രമല്ല ആവശ്യത്തിന് അടിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു ഓവറിൽ എങ്ങനെയെങ്കിലും ഒരു 4 or 6 അടിച്ചിരിക്കും. അങ്ങനെ ഒരു രീതിയിൽ സഞ്ജു ഒരു സൈഡിൽ നിന്ന് കളിക്കുന്നത്. അതുകൊണ്ടാണ് 54 ബോളിൽ 101 റൺസ്, ഏകദേശം 187 സ്ട്രൈക്ക് റേറ്റിൽ ആ ഒരു കളി, അതായത് ടീമിന്റെ വിക്കറ്റ് കളയാതെ ആ ഒരു സെഞ്ചുറി അടിച്ചതിനാണ് ഇന്നലത്തെ കൈയടി സഞ്ജു സാംസന് കൊടുക്കേണ്ടത്. കാരണം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വിക്കറ്റ് തുരുതുര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പോകുന്ന സമയത്ത് ഒരിക്കലും ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാന് മറ്റേ പോലെ അടിക്കാൻ പറ്റില്ല. അതായത് വച്ചടിക്കാൻ തുടങ്ങി ആ ഒരു രീതിയിൽ അടിക്കാൻ പറ്റില്ല. സ്റ്റിൽ ആള് ആ ഒരു സ്ട്രൈക്ക് റേറ്റ് അധികം കുറയാതെ തന്നെ ആ ഒരു മാച്ച് കളിച്ചത് പൊളിയായിരുന്നു. ആൻഡ് അവസാനത്തെ ആ ഒരു ഓവറിൽ സെഞ്ചുറി അടിച്ചപ്പോഴും, അവസാനത്തെ ഓവറിൽ അത്യാവശ്യം നല്ല രീതിയിൽ 2 6 ഒരു 4 അടിച്ചപ്പോഴും ആ ഒരു ടോട്ടൽ 200-ന് മേലെ പോയത് തന്നെ ശരിക്കും അവിടെ തന്നെയാണ് ചെന്നൈയുടെ പ്ലസ് വന്നത്. ആൻഡ് നമ്മുടെ ബാറ്റിംഗിൽ നോക്കുന്ന സമയത്താണെങ്കിലും അവസാനത്തോട്ട് ജെമി ഓട്ടൻ വന്ന് അടിച്ചതും നല്ലൊരു അടിയായിരുന്നു. കാരണം ആ ഒരു അടിയിലാണ് കുറച്ചും കൂടി സ്കോർ അങ്ങോട്ട് കയറിയത്. പക്ഷേ നമ്മളെ ശിവൻ ഡൂബയ്ക്ക് അധികം അടിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്ത് ശിവൻ ഡൂബിനെ എടുക്കുന്നു, പക്ഷേ ഇന്നലെ കിട്ടിയില്ല. ആൻഡ് ശിവൻ ഡൂബിയുടെ ബാറ്റിംഗ് ഓർഡറും അവിടെ ശരിയായില്ല, എനിക്ക് തോന്നി കേട്ടോ. കുറച്ചൊന്ന് അങ്ങോട്ട് ഇറക്കായിരുന്നു തോന്നി. ചിലപ്പോൾ പറയാൻ പറ്റില്ല, സ്പിന്നേഴ്സാണ് അവിടെ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായി. അപ്പം ശിവൻ ഡൂബിനെ ഇറക്കിയൊന്ന് ആർച്ചാമയാണല്ലോ, പ്രത്യേകിച്ച് സ്പിന്നിനൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അങ്ങനെ 6 ഒക്കെ അടിക്കുന്ന വിചാരിച്ചിട്ടായിരിക്കും ഇറക്കിയത്. പക്ഷെ അത് നല്ല പറ്റിയില്ല. ടോട്ടലി നോക്കുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് ബാറ്റിൽ 207 നല്ല ഒരു കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോട്ടൽ ആക്കിയിട്ടാണ് ശരിക്കും ഇന്നലെ CSK മുംബൈക്ക് ബാറ്റിംഗ് കൊടുത്തത്.